നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരം ലോകത്ത് അരങ്ങേറിയിരുന്നു. ആദ്യ 2 സ്ഥാനങ്ങൾ വാങ്ങൽ ഖമർ എന്ന ചന്ദ്രനും ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പിന്നെ മത്സരത്തിൽ നിന്ന് അവർ തോറ്റു പിന്മാറി എന്ന് പറഞ്ഞാൽ മത്സരിക്കാതെ പോയി എന്ന അർത്ഥം. 2-3 സ്ഥാനങ്ങൾ വാങ്ങി എന്നല്ല അർത്ഥം. മത്സരത്തിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ കോഡ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മുങ്ങാറുണ്ട് ചില മത്സരങ്ങൾ. ആ പ്രയോഗത്തിലാണ് മങ്കൂസ് മൗലിദിന്റെ സൗന്ദര്യം കിടക്കുന്നത്. അഹ്ജല ഖമറം വ ഫർഖദ എന്ന് പറഞ്ഞാൽ അഹ്ജല ഖമറം വ ഫർഖദ. അഹ്ജല എന്ന് പറഞ്ഞാൽ നാണം കെട്ടുന്ന, ഖമറും ഫർഖദും നാണം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഉദാഹരണം, പച്ചയായ ഉദാഹരണം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ ഹി ഹാസ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിൽ ആ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പക്ഷെ ആ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ് നമുക്ക് തോന്നുന്നതാണ്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മുറിമോഖൻ രാജാവായ ഇംഗ്ലീഷാണത്. അവന്റെ ഇംഗ്ലീഷ് വി ക്യാൻ സ്റ്റഡി. ഇംഗ്ലീഷിൽ ഒരു സാധനമില്ല. അടുത്ത വാക്ക് കിട്ടാത്തതുകൊണ്ടുള്ള നമ്മളെ നാട്ടിലെ ഉരുണ്ടുകളിയുടെ പേരാണ് എന്നുള്ള സാധനം. അല്ലാതെ വേറെ ഇംഗ്ലീഷിൽ ഒരു സാധനമൊന്നുമില്ല. അയാളാണ് ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നാട്ടുകാരൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ അയാളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അയാൾക്ക് കോഡ് ലെറ്റർ ഡി ആണ് കിട്ടിയത്. കോഡ് ലെറ്റർ ഡി. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ ഓൺ ദി സ്റ്റേജ്. അങ്ങനെ എന്റെ പ്രസംഗം കേൾക്കണത് എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇതെന്താ പറയണത്. കാരണം അമേരിക്കയിൽ ഒരു കുട്ടിയാണ്. കോഡ് ലെറ്റർ ബി സ്വീഡനിൽ ഒരു കുട്ടിയാണ്. സി ബ്രിട്ടനിൽ ഒരു കുട്ടിയാണ്. ഡി മൂത്രച്ചോളിയിലേക്കൂടെ അങ്ങനെ സൈഡിലേക്കൂടെ മുങ്ങും. അഹ്ജല ഖമറം വ ഫർഖദ. തോറ്റു തൊപ്പിയിട്ടു എന്നല്ല പറയണത്, മത്സരത്തിൽ നിന്ന് പിന്മാറി. ആവില്ല. ഈ മുഖത്തിന്റെ മുന്നിൽ നമ്മൾ എന്ത് കാണിക്കാനാ സൗന്ദര്യം? ആരാ തോറ്റു തൊപ്പിയിടുന്നത്? ചന്ദ്രൻ. നക്ഷത്ര ലോകത്തെ കുലപതിയായ ഫർഖദ്. ആവുല നബിയെ തോറ്റുപോയി. കേട്ടോ, മത്സരിച്ചിട്ട് നോക്കണമെങ്കിൽ മത്സരത്തിന് ഉണ്ടാവേണ്ട എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അതില്ലല്ലോ. നമ്മൾ മത്സരത്തിനില്ല. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അവിടുത്തെ മുഖം നോക്കിയാൽ സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. ചിലപ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങും. ഇതെന്താണ് എൻ്റെ നബിയുടെ മുഖം? സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. അതൊന്നും ഒരു ആലങ്കാരികമായ പ്രയോഗങ്ങളല്ല. കാരണം സൂചി കാണാതായപ്പോൾ, വിളക്ക് കെട്ടുപോയപ്പോൾ, ആ സഭയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ആ റസൂലുള്ളാഹിന്റെ വരവിൽ ലഭിച്ച വെളിച്ചത്തിലാണ് സൂചി കിട്ടുന്നത്. അല്ലെങ്കിൽ വെളിച്ചത്തിൽ തന്നെ സൂചി നഷ്ടപ്പെട്ടാൽ കിട്ടാൻ കുറച്ച് റിസ്ക്കാ. ആ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് തങ്ങൾ വന്നപ്പോഴാണ് ആയിഷുമാക്ക് സൂചി പരതി പിടിക്കാൻ എളുപ്പമായത്. അപ്പോൾ മനസ്സിലായി ആ പ്രഭ ആലങ്കാരികമല്ല.